എല്ലാവർക്കും റോം ട്രാവലറുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡ് എന്ന നഗരത്തിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് സമർഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായ ഉലൂഗ് ബേഗിൻ്റെ കാലത്ത് അദ്ദേഹം നിർമ്മിച്ച ഒരു ഒബ്സർവേറ്ററി കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ബുഖാറയിലേക്കും അവിടുന്ന് തിരിച്ച് സമർഖണ്ഡിലേക്കുമുള്ള യാത്രയിലൊക്കെ തന്നെ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവാണ്. കാരണം ആൾക്കാരൊക്കെ വരുന്ന വഴിക്ക് വാഹനത്തിന് കൈ കാണിച്ച് കിട്ടുന്ന വണ്ടിയിൽ കയറിപ്പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. സിറ്റികളിൽ മാത്രമാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ട്രാമും ഒക്കെ കണ്ടത്. ഇൻ്റർസിറ്റി കൂടുതൽ ആൾക്കാരും ട്രെയിനാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ബസ്സും അത്തരം കാര്യങ്ങളും വളരെ കുറവാണ് കാണുന്നത്. ഈ ഇടതുവശത്ത് കാണുന്നതൊക്കെയും രാജാക്കന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ തന്നെ ശവകുടീരങ്ങളും ഒക്കെ തന്നെയാണ്. ഒരു പ്രദേശം മുഴുവൻ ഇതാണ്. അതിലേക്ക് നമ്മൾ വിശദമായ കാഴ്ചകളിലേക്ക് പിന്നീട് വരുന്നുണ്ട്. ഒബ്സർവേറ്ററി പോയതിനു ശേഷം നമ്മളുടെ യാത്ര അങ്ങോട്ടാണ്. ഒബ്സർവേറ്ററിയിലേക്ക് ആണ് വന്നിട്ടുള്ളത്. ഉലൂഗ് ബേഗിൻ്റെ ഏറ്റവും അദ്ദേഹം ഒരു രാജാവായിരുന്നു, അതിലുപരി ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ഒരുപക്ഷെ രാജാവിനേക്കാളും മികച്ച ശാസ്ത്രജ്ഞനായിരുന്നു അന്നത്തെ. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് മുമ്പിൽ കാണുന്നത്, ഉലൂഗ് ബേഗിൻ്റെ. ഈ പ്രതിമ ഇവിടെ ഒരു ഒബ്സർവേറ്ററി മുമ്പിൽ തന്നെ ഈ പ്രതിമയുണ്ട്. ഇതിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുകയാണ്. ഒരുപക്ഷെ ശാസ്ത്രജ്ഞന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമയത്ത്, എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സമയത്ത് അന്ന് ലഭ്യമായ ഉപകരണങ്ങളും അന്ന് ലഭ്യമായ ടെക്നോളജിയും വെച്ചിട്ട് സൂര്യൻ്റെ അയനപഥ അടക്കം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഉലൂഗ് ബേഗ്. ശാസ്ത്രജ്ഞൻ മാത്രമല്ല, അദ്ദേഹം ഭരണാധികാരി കൂടിയായിരുന്നു, രാജാവായിരുന്നു. ഈ ഒബ്സർവേറ്ററി ഇപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഒബ്സർവേറ്ററിയാണ് ഇവിടെ. ടിക്കറ്റ് ഉണ്ടല്ലേ ഇവിടെ? ടിക്കറ്റ് ഉണ്ട്, അതിനൊരു കുറവില്ല. ടിക്കറ്റ് എന്തായാലും വെച്ചിട്ടുണ്ട്. കാസ ഓഫീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുകയാണ്. ഹൗ മച്ച് 40,000 സോമാണ് ടിക്കറ്റിൻ്റെ ഫെയർ. 260. ഓക്കെ.
You from? India. ഇതാണ് ഒബ്സർവേറ്ററിയിലേക്കുള്ള എൻട്രൻസ്. ഈ എൻട്രൻസിലൂടെ പോയി കഴിയുമ്പോഴാണ് അന്ന് ഇത് ഉണ്ടാക്കിയ രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 1400-കളിൽ സൂര്യൻ്റെ അയനപഥം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു ഒബ്സർവേറ്ററിയാണ്. അന്നത്തെ ടെക്നോളജിയും അന്നത്തെ മെഷീനറീസ് ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് താഴെ ഇറങ്ങി നിന്നുകൊണ്ട് ആ എൻഡിൽ കാണുന്ന ഓപ്പണിങ്ങിലൂടെയായിരുന്നു സൂര്യൻ്റെയും നക്ഷത്രങ്ങളെയും സഞ്ചാരപഥങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയത്. ആ രേഖപ്പെടുത്തിയത് ബുക്കിലാക്കി രേഖപ്പെടുത്തിയത് വെച്ച് മ്യൂസിയത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ടായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഇതിലെ സ്റ്റെപ്പിൽ ഇറങ്ങി താഴേക്ക് പോയി അത് ഒബ്സർവ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ഈ ഒബ്സർവേറ്ററി തിമൂറിൻ്റെ ചെറുമകനും ശാസ്ത്രജ്ഞനും ഒപ്പം ഭരണാധികാരിയുമായിരുന്ന ഉലൂഗ് ബേഗ് 1420-കളിൽ നിർമ്മിച്ചതാണ്. നിരീക്ഷണാലയം 1449-ൽ നശിപ്പിക്കപ്പെടുകയും 1908-ൽ വീണ്ടും കണ്ടെത്തുകയും ചെയ്തു. ഷാരൂഖിൻ്റെ മകനും സുൽത്താൻ തിമൂറിൻ്റെ ചെറുമകനുമായ ഉലൂഗ് ബേഗ് AD 15-ാം നൂറ്റാണ്ടിൽ സമർഖണ്ഡിൻ്റെ ഭരണാധികാരിയായി. ഉലൂഗ് ബേഗ് ഗണിതത്തിലും ജ്യോതിശാസ്ത്രജ്ഞനും വളരെ വൈദഗ്ധ്യം നേടിയിരുന്നു. അലി ഖുഷ്ജി ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന ജ്യോതിശാസ്ത്രജ്ഞന്മാരെ വരെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. 1420-കളുടെ ആദ്യ പകുതിയിൽ ഉലൂഗ് ബേഗ് ഒബ്സർവേറ്ററിക്ക് അടിത്തറയിട്ടു. അതിൻ്റെ പൂർത്തീകരണ വർഷം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും 1428 AD-യിലാണ് നിരീക്ഷണം പൂർത്തിയായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പല പഴയ പേർഷ്യൻ ഗ്രന്ഥങ്ങളിലും സമർഖണ്ഡ് ഒബ്സർവേറ്ററിയെയും ഉലൂഗ് ബേഗിനെയും പരാമർശിക്കുന്നുണ്ട്. സമർഖണ്ഡിൽ ഈ നിരീക്ഷണാലയവും ഒരു മദ്രസയും നിർമ്മിക്കാൻ സഹായിക്കാൻ അദ്ദേഹം വിദഗ്ധരായ ഗണിതശാസ്ത്രജ്ഞന്മാരെയും ജ്യോതിശാസ്ത്രജ്ഞരെയും ക്ഷണിച്ചു. 60-ലധികം ഗണിതശാസ്ത്രജ്ഞന്മാരെയും ജ്യോതിശാസ്ത്രജ്ഞന്മാരെയും നിരീക്ഷണാലയത്തിലേക്ക് കൊണ്ടുവന്ന് നിരീക്ഷണാലയത്തിൻ്റെ ഭാരവാഹികളായി നിയമിക്കപ്പെടുകയുണ്ടായി. പുതിയ കണ്ടെത്തലുകൾ കണ്ടെത്തുന്നതിന് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്കും ഗണിതശാസ്ത്രജ്ഞന്മാർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സ്ഥലമായി സമർഖണ്ഡ് ഒബ്സർവേറ്ററി. ചക്രവാളത്തിൽ നിന്ന് സൂര്യനെയും ഒരു നക്ഷത്രത്തിനെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഉയരം കൃത്യമായി അളക്കാൻ ഇതിന് കഴിയും. വർഷത്തിൻ്റെ ദൈർഘ്യം, ഗ്രഹങ്ങളുടെ കാലഘട്ടം, ഗ്രഹണങ്ങൾ എന്നിവ ഈ ഉപകരണം ഉപയോഗിച്ച് കൃത്യമായി അളന്നിരുന്നു. ഉലൂഗ് ബേഗിൻ്റെ ഗ്രഹങ്ങളുടെ അളവുകൾ ഇന്നത്തെ അളവുമായി അടുത്ത ബന്ധമുള്ളതാണ്. ഇത് ഈ ഉപകരണത്തിൻ്റെ അസാധാരണമായ കൃത്യത നമുക്ക് കാണിച്ചു തരുന്നു. ഭൂമിയിൽ നിന്ന് 21 മീറ്റർ ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഉലൂഗ് ബേഗിൻ്റെ നിരീക്ഷണാലയം നിർമ്മിച്ചിരിക്കുന്നത്. നിരീക്ഷണാലയത്തിന് 46 മീറ്റർ വ്യാസവും 30 മുതൽ 33 മീറ്റർ വരെ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള കെട്ടിടമുണ്ട്. ഈ സിലിണ്ടറിൻ്റെ മധ്യത്തിലായിരുന്നു സെക്സ്റ്റന്റ് എന്ന് പറയുന്ന ഉപകരണം സ്ഥാപിച്ചിരുന്നത്. ഉലൂഗ് ബേഗിൻ്റെ മ്യൂസിയമാണ് എൻ്റെ പുറകിൽ കാണുന്ന ഒരു ബിൽഡിങ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കണ്ടുപിടിക്കാൻ പരീക്ഷണങ്ങൾ നടത്താൻ ഉപയോഗിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ, അതിൻ്റെ നിരീക്ഷണങ്ങൾ, രേഖപ്പെടുത്തി വെച്ച പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് ഈ മ്യൂസിയത്തിനകത്തുള്ളത്. ഉലൂഗ് ബേഗിൻ്റെ സ്മരണയ്ക്കായി 1970-ലാണ് ഉലൂഗ് ബേഗ് ഒബ്സർവേറ്ററി മ്യൂസിയം സ്ഥാപിച്ചത്. അറബിക് കയ്യെഴുത്തു പ്രതികളായ ഉലൂഗ് ബേഗിൻ്റെ സ്റ്റാർ ചാർട്ടുകൾ, ജിജ് സുൽത്താനി, ഉലൂഗ് ബേഗിൻ്റെ കൃതികളുടെ പ്രധാന യൂറോപ്യൻ അച്ചടിച്ച പതിപ്പുകൾ എന്നിവയുടെ പുനർനിർമ്മാണങ്ങൾ മ്യൂസിയത്തിൽ അടങ്ങിയിട്ടുണ്ട്. മ്യൂസിയത്തിൽ അസ്ട്രോലാബുകളും മറ്റുപകരണങ്ങളും നിരീക്ഷണാലയത്തിൻ്റെ തന്നെ ഒരു ചെറിയ പതിപ്പും ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അന്നത്തെ സംഗീത ഉപകരണങ്ങളും വെച്ചിട്ടുണ്ട്. അന്ന് ഉപയോഗിച്ചിരിക്കുന്ന അസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻ്റ്, ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ സൂര്യൻ്റെ സഞ്ചാരപഥങ്ങളൊക്കെ തന്നെ കണ്ടുപിടിച്ചത്.
ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഫേമസ് പോളിഷ് അസ്ട്രോണോമർ ജാൻ ഹെവ്ലീസ് എഴുതിയിരിക്കുന്നതും മിർസ രൂബേക്സിൻ്റെ കാറ്റലോഗ് സ്റ്റാർസിൻ്റെ കാറ്റലോഗിനെ അധികരിച്ചുണ്ടാക്കിയ ഒരു പുസ്തകമാണെന്നാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആർമിലറി സ്പിയർ ഓഫ് ഉലൂഗ് ബേഗ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ ഉലൂഗ് ബേഗിൻ്റെ ഒബ്സർവേറ്ററിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഞങ്ങൾ ജീവിക്കുന്ന രാജാവിൻ്റെ ശവകുടീരം കാണാൻ വേണ്ടി പോവുകയാണ്. ഷാഹി സിന്ദ. ഷാ ഇ സിന്ധ എന്നത് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഒരു സമുച്ചയം ആണ്. 11 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിലെ ശവകുടീരങ്ങളും പള്ളികളും മദ്രസകളുമൊക്കെ തന്നെ ഷാ ഇ സിന്ധ എൻസംബിളിൽ ഉൾപ്പെടുന്നു. ഷാ ഇ സിന്ധ എന്ന പേര് മുഹമ്മദ് നബിയുടെ ബന്ധുവായ ഖുദാം ഇബ്നു അബ്ബാസിനെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഷാ ഇ സിന്ധ എന്ന് പറഞ്ഞതിന് അർത്ഥം തന്നെ ജീവനുള്ള രാജാവ് എന്നാണ്. 7-ാം നൂറ്റാണ്ടിൽ അറബ് അധിനിവേശത്തോടെ ഖുദാം ഇബ്നു അബ്ബാസ് സമർഖണ്ഡിലെത്തി ഇസ്ലാം മത പ്രബോധനം ആരംഭിച്ചു. സൗരാഷ്ട്രിയൻസിനെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിൽ അമർഷം പൂണ്ട ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിരസ് വെട്ടി കൊലപ്പെടുത്തി. പക്ഷേ വേർപെട്ട ശിരസ് ഭൂമിക്കടിയിലൂടെ അപ്രത്യക്ഷമായി എന്നും ഇബ്നു അബ്ബാസ് ഇന്നും അവിടെ ജീവനോടെ ഇരിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ജീവിക്കുന്ന രാജാവിൻ്റെ ശവകുടീരം എന്നർത്ഥം വരുന്ന ഷാ ഇ സിന്ധ എന്ന പേര് വന്നത്. ഷാ ഇ സിന്ധ സമുച്ചയം 8 നൂറ്റാണ്ടുകളിൽ രൂപീകരിച്ചതാണ്. ഇപ്പോൾ 20-ലധികം കെട്ടിടങ്ങൾ ഉൾപ്പെടുന്നു. സമുച്ചയത്തിൻ്റെ 3 ഗ്രൂപ്പുകളുടെ ഘടനകൾ ഉൾപ്പെടുന്നു. താഴെഭാഗം, മധ്യഭാഗം, മുകൾ ഭാഗം എന്നിവ 4 കമാനങ്ങളുള്ള താഴികക്കുടങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രാദേശികമായി അവയെ വിളിക്കുന്നത് ചാർട്ടക് എന്നാണ്. ആദ്യകാല കെട്ടിടങ്ങൾ 11 മുതൽ 12 വരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇവിടെയുള്ള ഓരോ കെട്ടിടങ്ങളും വളരെ മനോഹരമാണെന്ന് മാത്രമല്ല, രാജകുടുംബാംഗത്തിൻ്റെയോ രാജാവിൻ്റെയോ ബന്ധുക്കളുടെയോ ഒക്കെ തന്നെ ശവകുടീരങ്ങളാണ് ഓരോ നിർമ്മിതിക്കും അകത്തുള്ളത്. അറബ് പേർഷ്യൻ വാസ്തുശില്പ വൈദഗ്ധ്യം നമുക്ക് ഈ നിർമ്മിതികളൊക്കെ തന്നെ കാണാം. ഒരിക്കലും നമുക്ക് ഒരു ശവകുടീരമാണെന്നുള്ള തോന്നലില്ലാത്ത രീതിയിലാണ് ഇതൊക്കെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും നിർമ്മാണ ചാതുരിയാണെങ്കിലും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതിപ്പം ഓരോ ആൾക്കാരുടെയും ഖബറുകളാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഖ്വാജ അഹമ്മദിൻ്റെ മൗസോലിയമാണ്. ഓരോരുത്തരുടെ ഖബറുകളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുട്ലുക് ഓക്കോ മൗസോലിയം. ഷാഹി സിന്ധ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നാൽ സമർഖണ്ഡ് നഗരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം. മാത്രമല്ല ഈ തണുപ്പുള്ള ഈ വൈകുന്നേരത്ത് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെയധികം മനോഹരമായ കാഴ്ചകളാണ്.
güçlü ailelerden biri Karahanlı İmparatorluğu. അങ്ങനെ ഷാഹീസിൻ്റെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. നല്ല തണുപ്പായി. വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ കയ്യിൻ്റെ വിരലുകളൊക്കെ ഭയങ്കര പ്രശ്നമാകുന്നുണ്ട്. നല്ല തണുപ്പാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അത്ര ഒരു പോപ്പുലർ അല്ലാന്ന് തോന്നുന്നു. കാരണം ആൾക്കാർ മുഴുവൻ ഏതെങ്കിലും വരുന്ന വണ്ടിക്ക് കൈ കാണിച്ച് കയറി പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കുറച്ച് ടൗൺ വിട്ട് ഉള്ളിലേക്ക് പോകും. ഇന്ന് രാവിലെ വരുമ്പോൾ ഒക്കെ കണ്ട ഒരു കാര്യം അതാണ്. ആൾക്കാർ ഏതെങ്കിലും വരുന്ന വണ്ടികൾക്ക് കൈ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഏതെങ്കിലും നിർത്തുമ്പോൾ കയറി പോകും. അല്ലാതെ റെഗുലറായിട്ടുള്ള ഒരു ബസ് സർവീസോ അല്ലെങ്കിൽ ട്രെയിൻ സർവീസ്, ട്രാം സർവീസോ ഒന്നും തന്നെ കണ്ടില്ല. ഇന്നലെ സമർഖണ്ഡിൽ നിന്ന് ഏകദേശം 4.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ബുഖാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയത്. പോകുന്ന വഴിക്ക് റെയിൽവേ ലൈൻ കണ്ടിരുന്നു. പക്ഷേ ഒരൊറ്റ ട്രെയിൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് കണ്ടില്ല. ടൗൺ എത്തിക്കഴിഞ്ഞപ്പം സമർഖണ്ഡ് ടൗണിൽ കുറച്ച് ബസ്സുകളും ട്രാമുകളും കാണാമെന്നല്ലാതെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ആൾക്കാർ മിക്കവാറും ഓടുന്ന വണ്ടിക്ക് കൈ കാണിച്ച് കയറി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം ഒബ്സർവ് ചെയ്തത്, വീടുകളുടെ മേൽക്കൂര മുഴുവൻ ഷീറ്റുകളാണ്, ടിൻ ഷീറ്റുകളാണ്. അത് എത്ര വലിയ വീടുകളാണെങ്കിലും മേൽക്കൂര ചെയ്തിരിക്കുന്നത് മുഴുവൻ ഷീറ്റുകളായിട്ടാണ്. ആ ഷീറ്റ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം മിക്കവാറും ഐസ് ഫോളിങ് ഉള്ളത് കൊണ്ട് തന്നെ നേരെ ഐസ് താഴേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെരിച്ച് ടിൻ ഷീറ്റ് അടിച്ച രീതിയിലാണ് വലിയ കെട്ടിടങ്ങളുടെ അടക്കം ഇത് താച്ച് ചെയ്തത് കാണുന്നത്. അതിവിടുത്തെ ഒരു പ്രത്യേകതയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ മിനിഞ്ഞാന്ന് കാണാൻ കഴിയാതിരുന്ന രേഖിസ്ഥാനിലെ ലൈറ്റ് ആൻഡ് ഷോ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ വന്നതാണ്. നല്ല തണുപ്പാണ്. പറയുമ്പോൾ ഒക്കെ ഒരു തണുപ്പിൻ്റെതായ പ്രശ്നമുണ്ട്. നല്ല തണുപ്പാണ്. അപ്പം ലൈറ്റ് ആൻഡ് ഷോയും കണ്ടിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകും. അന്ന് താമസിച്ച അതേ റൂം തന്നെയാണ്, അതേ ഹോട്ടൽ തന്നെയാണ് താമസിക്കുന്നത്. ഹലോ. വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ബീബി ഖാനം. ഞങ്ങൾക്ക് അന്ന് ബീബി ഖാനം കണ്ടപ്പോൾ നഷ്ടമായി പോയ ലൈറ്റ് ഷോ കാണുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും സമർഖണ്ഡിൽ ബീബി ഖാനത്തിലേക്ക് ഈ വൈകുന്നേരം എത്തിയത്. നല്ല തണുപ്പിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, കുറേ നേരം കാത്തിരുന്നിട്ടും ലൈറ്റ് ഷോ വന്നില്ല, ജ്യോതിയും വന്നില്ല, ഷോയും വന്നില്ല. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾ ആദ്യ ദിവസം കണ്ട അന്നായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ഡേറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണാൻ കഴിയാത്ത നിരാശയിൽ ഞങ്ങൾ ബീബി ഖാനത്തിന് മുമ്പിലെ തണുപ്പൊക്കെ കുറേ നേരം കൊണ്ട് റൂമിലേക്ക് പോയി. ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് പിന്നീട് കാണാം, നാളെ കാണാം.